തമിഴ്നാട് കർണാടകയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡാണ് മഞ്ചേരിയിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള ഈ റോഡ്. പക്ഷേ ഈ റോഡ് നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നമാണ് ഗതാഗതക്കുരുക്ക്. ഈ കുരുക്കിന് ഈയടുത്ത് പരിഹാരം കാണുമോ, അതോ ഈ പ്രശ്നം ഇനിയും ഒരുപാട് കാലം നീളുമോ? നമുക്ക് ഇവിടുത്തെ ജനങ്ങളോടും വ്യാപാരികളോടും മറ്റു യാത്രക്കാരോടും ചോദിച്ചറിയാം അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും. മഞ്ചേരിയിലെ ബ്ലോക്ക് കോൺഗ്രസ് പ്രതിനിധി എന്നുള്ള നിലക്ക് ഈ നിലമ്പൂർ റോഡിന്റെ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിലമ്പൂർ റോഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഇന്നലെ ഉണ്ടായിട്ടല്ല, നമുക്കറിയാലോ, വർഷങ്ങളോളമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമുക്ക് ബൈപ്പാസ് രണ്ടെണ്ണം ഉണ്ട്, രാജീവ് ഗാന്ധി ബൈപ്പാസ് ഉണ്ട്, തുറക്കൽ ബൈപ്പാസ് ഉണ്ട്. പക്ഷെ നിലമ്പൂർ റോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു റോഡും ഇല്ല, അതാണ് സത്യം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, മഞ്ചേരിയിലെ നിലമ്പൂർ റോഡിന് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ജസ്റ്റ് നമുക്ക് വേറെ റോഡ് തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. നിലമ്പൂർ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡ് എന്ന് തന്നെ പറയണം. നിലമ്പൂർ റോഡ് നമ്മൾ നിസ്സാരമായി കണ്ട, കാരണം രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഊട്ടി റോഡ്, നിലമ്പൂർ റോഡ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി വരുന്നത് ഈ മലയോര മേഖലയാണ്. ഇപ്പോൾ നീലഗിരി കുന്നിൻ മുകളിൽ ഗൂഡല്ലൂർ ഭാഗത്തുനിന്ന് പോത്തുകല്ല്, ചുങ്കത്തറ, അതുപോലെ പിന്നെ നമുക്ക് പൂക്കോട്ടുംപാടം, ചുങ്കത്തറ, എടക്കര, എല്ലാ മലയോര മേഖല ആ പ്രദേശത്തു നിന്നൊക്കെ മുണ്ടേരി അടക്കമുള്ള വനമേഖല, ആദിവാസി ഉൾപ്പെടെ ഊരുകളിൽ നിന്ന് നിരവധി ആളുകളാണ് നിത്യേന മെഡിക്കൽ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വരുന്ന ആളുകളൊക്കെ ഈ നിലമ്പൂർ റോഡ് നമുക്ക് നെല്ലിപ്പറമ്പ് കഴിഞ്ഞാൽ ജസീല വരെ ട്രാഫിക് ജാമിൽ കൊടുക്കും. നിത്യേന കാണുന്നതാണ്. നമ്മൾ ഒരു ആംബുലൻസ് വരുമ്പോൾ വഴി കൊടുക്കാനുള്ള സാഹചര്യം പോലും മറുവശത്ത് നിന്ന് വരുന്ന വാഹനത്തിന് സാധ്യത ഇല്ല എന്നാണ്. പിന്നെ നിലമ്പൂർ റോഡ് നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് റിംഗ് റോഡുകളുടെ പ്രശ്നം. ഇപ്പം നിലമ്പൂർ റോഡിന് നമുക്കറിയാലോ, ഇപ്പോൾ മഞ്ചേരി നഗരസഭയിലെ തന്നെ ഒരു വലിയ ആളുകൾ, വലിയ ജനക്കൂട്ടം താമസിക്കുന്ന മേഖലയാണ് ചെരണി, കിടങ്ങൈ, പുല്ലൂർ, എൻ്റെ പ്രദേശമായ മേലാക്കത്തിൽ 3-4 കോളനി തന്നെ ഉണ്ട്. ഒരു നിരവധി ആളുകൾ തിങ്ങിപ്പറക്കുന്ന പ്രദേശമാണ്. ഇവിടേക്കൊന്നും നമുക്ക് കണക്ട്, ചുരുക്കം പറഞ്ഞാൽ ശനി, ഞായർ, സൺഡേ, അതേപോലെ സാറ്റർഡേ ദിവസങ്ങളിലൊക്കെ ഈ ചെറിയ റോഡുകളൊക്കെ, ഇപ്പോൾ മുനിസിപ്പാലിറ്റി റോഡുകളൊക്കെ നമുക്ക് മുനിസിപ്പാലിറ്റി സമീപവാസികളുമായി സംസാരിച്ചിട്ട് റോഡുകൾ വീതി കൂട്ടുകയും അതോടൊപ്പം തന്നെ റിംഗ് റോഡുകൾ പ്രധാനമായിട്ടും മഞ്ചേരി നഗരസഭയും അതുപോലെ നമ്മുടെ റോഡ് അതോറിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ട് നമ്മൾ റിംഗ് റോഡുകളുടെ യാഥാർത്ഥ്യം നമ്മൾ കണ്ടെത്തേണ്ടത് തന്നെയുണ്ട്, അനിവാര്യമാണ്. റിംഗ് റോഡുകൾ നമ്മുടെ മഞ്ചേരി നഗരസഭയ്ക്ക് അനിവാര്യമാണ്, നിലമ്പൂർ റോഡിനെ കണക്ഷനാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ബൈപ്പാസ്, മഞ്ചേരി ബൈപ്പാസ് എലൈറ്റ് ഫർണിച്ചറിൻ്റെ അവിടുന്ന് ഏകദേശം കുത്തുകല്ല് മംഗലശ്ശേരിയിലോട്ട് ഒരു ബൈപ്പാസ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. നമ്മൾ മുമ്പേ അത് നിവേദനം കൊടുത്താൽ അതിൻ്റെ സർവേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് വരുന്നതോടുകൂടി ഒരു പക്ഷേ കുറച്ച് നിലമ്പൂർ, ഊട്ടി, നിലമ്പൂർ വൈക്കട ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ കരിക്കാടിൽ നിന്നും കിടങ്ങൈ റോഡുണ്ട്, അത് വീതി കൂട്ടിയിട്ട് അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ട് അതുപോലെ ബൈപ്പാസ് കൊണ്ടുവരികയാണെങ്കിൽ അവിടെയും. അതുപോലെ തന്നെ നെല്ലിപ്പറമ്പ്, ചെട്ടിങ്ങാടി മുതൽ നറുകര വരെ ഒരു ബൈപ്പാസ്. ഇതൊക്കെ നമ്മൾ നിത്യമായിട്ട് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്കും വ്യക്തി, നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കൊക്കെ നമ്മൾ നിത്യേന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ യാദർശികമാവുന്നതോടൊപ്പം തന്നെ നമുക്ക് നിലമ്പൂർ റോഡിൽ നമുക്ക് റോഡിന് ഇപ്പോൾ പുതുതായിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് തന്നെ. എല്ലാ ബജറ്റ് വരുമ്പോഴും മഞ്ചേരിക്ക് ഇത്ര കോടി വെക്കും, സത്യത്തിൽ വെക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ജില്ലയിൽ ഏകൊരു മന്ത്രിയുള്ള അബ്ദുറഹ്മാൻ മിനിസ്റ്റർ എത്രയോ തവണ അവിടെ ബ്ലോക്കിൽ കുടുങ്ങിയത് ഞാൻ കണ്ടതാ. കേരളത്തിലെ മുഖ്യമന്ത്രി അതുപോലെ VVIPകളൊക്കെ നിലമ്പൂർ റോഡിൽ പാസ് ചെയ്യാതെ അവർ വേറെ കുറുക്ക് വഴി കൂടെയൊക്കെ അരീക്കോട് കൂടെയൊക്കെ പോയിട്ടാണ് ഇപ്പോൾ നിലമ്പൂർ വൈക്കട് ഭാഗത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിലമ്പൂർ റോഡിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടാണല്ലോ വീഡിയോയിൽ, നിത്യേന സംഭവമാണ്. അവിടെ പെട്ടാൽ 1 മണിക്കൂറാണ്. നിലമ്പൂർ റോഡിൽ നിന്ന് നമുക്ക് ഒരു പക്ഷേ മെഡിക്കൽ കോളേജിലേക്കാണെങ്കിലും ടൗണിലേക്കാണെങ്കിലും വരണമെങ്കിൽ ആക്സസ് കിട്ടണമെങ്കിൽ മണിക്കൂറുകളെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ സമീപവാസികൾ, ഇപ്പോൾ നമുക്കറിയാലോ, അവിടെ ഒരു നിത്യേന കാണുന്നതാണ് സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു കാര്യങ്ങൾക്കും ഒരു ഓട്ടോ വിളിച്ചാൽ ചില സമയത്ത് അങ്ങോട്ട് ഓട്ടോ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ അവിടുത്തെ വ്യാപാരികൾ നമുക്കറിയാം ഒരു വലിയ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അവിടെ, ഹോട്ടൽ ശൃംഖല, വലിയ സ്ഥാപനങ്ങൾ. ഈ തിരക്കൊക്കെ കണ്ടിട്ട് പല പുറത്ത് ജില്ലയിൽ നിന്നൊക്കെ വന്നിട്ട് നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ആൾക്കുണ്ട്, വലിയ ഹോട്ടലുകളൊക്കെ ഒക്കെ പൂട്ടിപ്പോയി. എന്തുകൊണ്ടാണ്? പാർക്കിങ്ങിൻ്റെ ഒരു ആക്സസ് കിട്ടാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ സ്ഥാപനങ്ങളുടെ മാത്രമല്ല, ജനങ്ങൾക്ക് ദുരിതമാണ്, ജനങ്ങൾ പ്രയാസത്തിലാണ്. അത് കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ റിയാസ് മിനിസ്റ്റർ, സംസ്ഥാനത്തെ PWD മിനിസ്റ്റർ സാറ് ഇവിടെ സന്ദർശിച്ചതാണ്. അദ്ദേഹം സന്ദർശിച്ച് കാവന്നൂർ പോയി പറഞ്ഞു, നിലമ്പൂർ റോഡിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും, അത് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നടപടിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിവരം അറിയുന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ ഡയലോഗൊക്കെ അടിച്ചു പോയതാണ്. എത്ര വർഷമായി? 2 വർഷമാകാറായി. ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. രാഷ്ട്രീയപരമായിട്ട്
എതിർപ്പ് പ്രകടിപ്പിക്കല്ല കേട്ടോ. നമ്മൾ അതിൻ്റെ സാഹചര്യം ഇപ്പോൾ ഒരു ആംബുലൻസ് പോകുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ ആംബുലൻസുകൾ നിത്യേന 100-150 ആംബുലൻസുകളെല്ലാം ഇതിൽ കടന്നു പോകുന്നത്. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലേ എത്ര ആംബുലൻസുകൾ കടന്നു വരുന്നത്. നിലമ്പൂർ റോഡിൽ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് OP ടൈമൊക്കെ കൃത്യസമയത്ത് എത്താൻ കഴിയാതെ പല ആളുകളും മഞ്ചേരി വന്നിട്ട് മടങ്ങി പോകുന്നുണ്ട്. ബസ് റൂട്ടുകൾ കട്ടാവുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, നിത്യേന അപകടങ്ങളാണ്, എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ കൃത്യമായിട്ട് ആക്സസ് ഉള്ള ബൈപ്പാസുകൾ, അതുപോലെ റിംഗ് റോഡുകളുടെ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ട 10-15 വർഷം മുമ്പേ മഞ്ചേരിയുടെ മുനിസിപ്പാലിറ്റി പ്രൊജക്റ്റാണ്, അത് നടപ്പിലാക്കുക. അതുപോലെ റോഡ് ഇനി പുതിയ പദ്ധതി വെച്ചാൽ ഈ ചെരുവിലാണ് നമ്മുടെ നിലമ്പൂർ റോഡ്. നമുക്കറിയാലോ, കേക്കത്തല, മംഗലശ്ശേരി, ചരണി, നമ്മുടെ ശാന്തപുരം ഭാഗത്തു നിന്നുള്ള ഉയർന്ന പ്രദേശത്തു നിന്നുള്ള വെള്ളം ഫുള്ളും വരുന്നത് നിലമ്പൂർ റോഡിലേക്കാണ്. അപ്പം നിലമ്പൂർ റോഡിൽ ജസീല ജംഗ്ഷൻ എല്ലാ മഴക്കാലത്തും വെള്ളക്കെട്ടാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല, മഴ ഇല്ലെങ്കിൽ ബ്ലോക്ക് കൊണ്ട് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലമ്പൂർ റോഡ്. റിംഗ് റോഡുകൾ വരണം, ബൈപ്പാസുകൾ വരണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ ഒരു അഭിപ്രായത്തോടെ തന്നെയാണോ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോടെ തന്നെയാണ് ഞാൻ യോജിക്കുന്നത്. ഞാനൊന്നും ആ റോട്ടിൽ പോവാറില്ല. ഞാനൊക്കെ വേറെ കുറുക്കോയി ഉപയോഗിച്ചിട്ടാണ് പോവാറ്. ആ റോട്ടിലൊന്നും നമ്മൾ പോവാറില്ല. പോയാൽ എപ്പോഴും അവിടെ കുടുങ്ങിയിട്ടുള്ളൂ. ബ്ലോക്കിൽ ഒന്നവിടെ ബ്ലോക്കിൽ പെട്ടതാണ്. അതൊക്കെ എൻ്റെ വീട് തുറക്കലാണ്. ഞാൻ JTS പോയിട്ട് നെല്ലിപ്പറമ്പ് ചാടല. ആ റോട്ടിലൊന്നും നമ്മൾ പോവാറ് തന്നെ അല്ല. നമ്മളെ നിലമ്പൂർ റോഡിന്റെ അവസ്ഥയുണ്ട്, വളരെ ശോചനീയ അവസ്ഥയുണ്ട് ഈ നിലമ്പൂർ റോഡിന്റെ അവസ്ഥ. ഇപ്പോൾ നെല്ലിപ്പറമ്പിൽ നിന്ന് അങ്ങോട്ട് ഹൈവേ മാറി അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ ഈ നിലമ്പൂർ റോഡിനെ ഒന്ന് നന്നാക്കിയാൽ മഞ്ചേരിയുടെ ഒരു നിത്യ മാർക്കറ്റ് ഉണ്ട്. കൂടുതൽ മഞ്ചേരിയിലെ ഒരു മെഡിക്കൽ കോളേജ്, മഞ്ചേരി നിത്യ മാർക്കറ്റാണ് മഞ്ചേരിനെ ഹൈലൈറ്റ് ചെയ്യുന്ന സംഗതിയുണ്ട്. പക്ഷെ ആ നിത്യ മാർക്കറ്റിലേക്ക് വരുന്ന സാധനം എടുക്കാൻ വരുന്ന പാർട്ടിക്കാർ വരെ പറയാണ് ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല, വണ്ടി ലോഡ് കയറ്റി കഴിഞ്ഞാൽ കുണ്ടിലും കുയിലൊക്കെ ചാടിയിട്ട് ടയർ പഞ്ചറാകുകയാണ്, അതുപോലെ വണ്ടിന്റെ ലീഫ്ലെറ്റിന് കംപ്ലൈന്റ് ആണ്. മഞ്ചേരിയിലോട്ട് മൈസൂരിൽ നിന്നോ അത് കുണ്ടിൽപ്പാടത്ത് വാടക വണ്ടി വിളിച്ചവരെ വരാത്ത കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം മഞ്ചേരിയിലേക്കാണ് ഇല്ല, കാരണം അവിടെ റോഡ് എറണാകുളം ടോട്ടലി മോശമാണ്. പ്രത്യേകിച്ച് ഇങ്ങോട്ട് മഞ്ചേരിയിലേക്ക് വരുന്ന ജസീല ജംഗ്ഷൻ മുതലും അങ്ങോട്ട് മഞ്ചേരി ടൗണും ഒക്കെ ഈ നിലമ്പൂർ റോഡും ടോട്ടലി മോശമാണ്. ഇത് മാത്രമല്ല ബ്ലോക്ക്, ഈ ഒരു കാരണത്തര ബ്ലോക്കാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് സാറ് ഇതിന് ഫണ്ട് വെച്ച് നല്ല രീതിയിൽ ഇത് റബ്ബറൈസാക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകാനുള്ള ഒരു യാത്ര ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരണമെന്നാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ റോഡ് ബ്ലോക്കായിരിക്കും. അതിനേക്ക് പിന്നെ വാഹനങ്ങൾ കുറച്ച് പോകും. അത് നിലമ്പൂർ റോഡിൽ അതിശക്തമായിട്ട് ബ്ലോക്കുകളാണ്. അത് കൈകാര്യം ചെയ്യാൻ ഇന്നുവരെ കേരള സർക്കാരിന് ഇവിടുത്തെ ആളുകൾക്ക് മുൻകൈ എടുത്തിട്ടില്ല. ഏത് സമയത്തും ബജറ്റിൻ്റെ ടൈമിൽ പറയും അത് പാസ്സാക്കി. വെറും അയിലുമടിൻ്റെ പണി മാത്രമേ ഉള്ളൂ ഇവർക്ക്. പല രീതിയിലും ജനങ്ങൾ ആംബുലൻസ് പോലും പോകാൻ പറ്റാത്ത ഒരു ബ്ലോക്കാണ് മഞ്ചേരി മേലാക്കം നിലമ്പൂർ റോഡ്. അതിന് ശക്തമായിട്ട് മുൻകൈ എടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ചേരിയിലൊരു പ്രധാന റോഡാണ് നമ്മൾ ഈ നിലമ്പൂർ റോഡ്. അപ്പം ഒരുപാട് ആളുകൾ എല്ലാ ആവശ്യത്തിനും വേണ്ടിയിട്ട്, ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന റോഡാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിനാണെങ്കിലും പിന്നെ ഈ സെൻറ്ററിലേക്ക് എത്തണമെങ്കിലൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ആ ഒരു റോഡിലുള്ള ഒരു പ്രധാന ഹോസ്പിറ്റലാണ് മാനു ഹോസ്പിറ്റൽ. ഈ ഒരു ഹോസ്പിറ്റലിനെയും ഈ ഒരു ഗതാഗത കുരുക്ക്, അതായത് ഈ നിലമ്പൂർ റോഡിൽ വരുന്ന ഈ ഗതാഗത കുരുക്ക് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു MD എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എന്താ ഈ ഒരു റോഡിൻ്റെ ഗതാഗത കുരുക്കിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? പിന്നെ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ അതിൽ മാറ്റങ്ങൾ വരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളൊന്നും. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം രോഗികൾ വരുന്ന സ്ഥലം എന്നുള്ളതുകൊണ്ട് രോഗികൾ ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടുക എന്നുള്ളത് ഹോസ്പിറ്റലിൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നിലമ്പൂരിൽ നിന്ന് വരുന്ന രോഗികൾക്ക് പിന്നെയും കുറച്ച് എളുപ്പത്തോടെ എത്താമെന്നുണ്ടെങ്കിലും മറ്റ് ഭാഗത്തു നിന്ന് വരുന്ന രോഗികൾക്ക് ഇങ്ങോട്ട് വരാൻ വലിയ പ്രയാസമാണ്. അപ്പം സമയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ മാറ്റങ്ങൾ എന്ത് വരുത്താന്നുള്ളത് ആദ്യം ഏറ്റവും ചുരുങ്ങിയത് കുണ്ടും കുഴിയും അടച്ചൊന്ന് വൃത്തിയാക്കിയാൽ തന്നെ ഗതാഗതക്കുരുക്ക് തീരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ജസീല ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ എന്നൊക്കെ കുറേ ആയി പറയണു. അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതലും അത് കുറച്ചും കൂടി നന്നാവും തന്നെയാണ് അഭിപ്രായം. ഏറ്റവും ചുരുങ്ങിയത് സ്ഥിരമായിട്ട് കുണ്ടും കുഴിയും തീർത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ 90% തീരേണ്ട. നമുക്ക് എല്ലാവർക്കും അറിയാം, കാണാൻ തുടങ്ങിയിട്ടുള്ള ഒരു പ്രയാസമാണ് ഇതിനെ സഞ്ചരിക്കുമ്പോഴുള്ള. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു സ്റ്റീലിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, അവർ പൂട്ടിപ്പോയി. അതുപോലത്തെ ഇവിടെ നല്ലൊരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടായിരുന്നു, അവരൊക്കെ പൂട്ടിപ്പോയി. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഈ ചെയ്യാറുള്ള ഈ തോടുകളാണ് വൃത്തിയാക്കേണ്ടത്. പിന്നെ അതിന് ശേഷമാണ് ഈ റോഡ്
റോഡിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ നിലമ്പൂർ റോഡിൽ ഇവിടുത്തെ ഈ ഗതാഗത കുരുക്ക് ഗതാഗത പ്രശ്നമായി മാറുകയാണ്. അപ്പം അതിനെ പറ്റി ഇവിടെ ഇതിനനുസരിച്ച് അധികൃതത കഴിയുന്നു. അത് മറ്റുള്ള വേദിയിൽ പറയല്ല. ഒരു നിലക്കും ഈ റോഡിന് ഒരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഒരു തൊണ്ട് നടന്ന് കപ്പൽ നിൽക്കുന്ന ഒരു ചൊല്ലുണ്ട്. അതേമാതിരി ഒരു ചെറിയൊരു ഇഷ്യൂന്റെ പേരിലാണ് നെല്ലിപ്പറമ്പിലെ വികസനം വഴിമുട്ടിയിരിക്കുന്നത്. അതൊരു ഇഷ്യൂ അത് മാറ്റാനോ ആരും ശ്രമിക്കണമില്ല. ഇവിടെ നിരന്തരം ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഇതാ. ഞങ്ങളെ വീട്ടിൽ കൊണ്ട് തിരിയണമെങ്കിൽ ഈ റോഡിന്റെ ബ്ലോക്ക് കൊണ്ട് ഇതാ. ഈ റോഡ് ഇവിടെ റോഡിന്റെ പ്രശ്നം അങ്ങനെ വേറെ അത് ഡ്രെയിനേജിന്റെ പ്രശ്നം ഒന്നും ഒരു തീരുമാനം ഇന്നുവരെയൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഓരോരുത്തർ വരും. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കാം പിന്നെ അതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല. ഞാൻ രാഷ്ട്രീയപരമായിട്ട് പറയാനില്ല, ഞാനും എൻ്റെ ആളെന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഗതികേടാണ് ഞങ്ങൾ നാട്ടുകാരുടെ ഒരു ഗതികേട്. ഒരു ഇവിടെ തിയേറ്ററിൽ റിലീസ് പടം വന്നാൽ ഇവിടുത്തെ ഈ നാട്ടുകാരുടെ ശല്യം. പിന്നെ VP-കളിലൊരു കല്യാണം വന്നാൽ അതൊക്കെ എന്നും ഞങ്ങൾക്കൊരു നിത്യക്കുരുക്കാണ്. അത് ഒരു ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ വർഷങ്ങളായി തുടങ്ങണം. ചെറിയ ഇതിന്റെ പേരിലാണ് പാടം നെല്ലിപ്പറമ്പിൽ വികസനം. മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു റോഡാണ്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ മഞ്ചേരിനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മഞ്ചേരിയിലേക്ക് എന്തൊരു കാര്യം എത്തുന്നുണ്ടെങ്കിൽ ഈ നിലമ്പൂർ റോഡ് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഈ നിലമ്പൂർ റോഡ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നിന്നിട്ട് ഭരണാധികാരികളിലേക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പം അതിനെപ്പറ്റി എന്താണ് ഭരണാധികാരികളോട് തന്നെ പറയാനുണ്ട്? ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി പലർക്കും പരാതിപ്പെട്ടു. താലൂക്ക് സഭയിലും ജില്ലാ വികസന സമിതിയിലൊക്കെ ഇതിനെപ്പറ്റി പരാതികൾ ചെല്ലാന്നല്ലാതെ പരിഹാരം ഇതുവരെയില്ല. ഇത് ഈ റോഡ് എന്ന് പറഞ്ഞാൽ മഞ്ചേരി വയനാട് മഞ്ചേരി ഇടുക്കി രണ്ട് മർമ്മപ്രധാന റോഡ്. അവിടെ 4 മണിക്ക് പുലർച്ചെ നിന്നാറില്ല ഈ പെട്രോൾ പമ്പിൽ വരുന്ന വാഹനങ്ങളുടെ അന്ന് അപ്പം സമയം തുടങ്ങുന്നതിനുള്ള തിരക്കാണ്. അത് ഒഴിയറില്ല. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങൾ പറയും വേണ്ട. ഇതിന് ആരാണ് പരിഹാരം? ഞങ്ങൾക്കൊരു പരിഹാരമല്ലേ പറ്റുള്ളൂ. ഒരു പരിഹാരം കാണേണ്ടത് ആരാ? ഓരോരുത്തരും അങ്ങനെ കഴിയാം. ഞങ്ങളല്ല മറ്റവരാണെന്ന് പറയാം. അവർ പറയാം മുനിസിപ്പാലിറ്റി പറയാം, PWD പറയാം, സർക്കാർ അറിയില്ല. അങ്ങനെ ഞങ്ങൾക്കിതൊന്നും ഒരു ശാപമാണ്. ഏകത്വം വന്നാലും അമ്മക്ക് ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിതൊന്നും ഒരു തീരാ ശാപമാണ്. ഇതിന് ഗതികേട് കൊണ്ട് നിങ്ങൾ വന്നതുകൊണ്ട് പറഞ്ഞു മാത്രം. വേറെ ഒരാളെ കുറ്റപ്പെടുത്താനോ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ കുറ്റപ്പെടുത്താനല്ല പറഞ്ഞു. ഇവിടുത്തെ നാട്ടുകാരുടെ ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു. ഇതിനൊരു പരിഹാരം ആരായാലും വേണ്ടില്ല. പാട്ടി കുത്തിയാലും വെള്ളാട്ടി കുത്തിയാലും അരി വെളുത്താൽ മതി എന്നൊരു ചൊല്ലുണ്ട്. അതുമാതിരി ആര് ചെയ്താലും ഞങ്ങൾക്കത് അത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, സർക്കാരായിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ആരായാലും അത് ചെയ്ത് കിട്ടേണ്ടതിൽ വലിയൊരു അത് അവർക്കും നന്നാവും, നാട്ടുകാർക്കും. ഞങ്ങളെ സംബന്ധിച്ചാൽ തീർച്ചയായിട്ടും അവർക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരമല്ലാതെ ഉപദ്രവമായിട്ട് വരില്ല. അത് തീർച്ചയായും പ്രധാന റോഡാണ് നിലമ്പൂർ റോഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്നതും ഈ റോഡിലാണ്. അപ്പോൾ ഈ ഒരു മഞ്ചേരിയിലെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന ഭാഗമാണ് ഈ നിലമ്പൂർ റോഡ്. അപ്പോൾ ഈ റോഡിലെ ഗതാഗതക്കുരുക്കിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ അടുത്ത് ഇതിന് പരിഹാരം വേണം. ഈ റോഡിൻ്റെ വിഷയത്തെ എന്താ വെച്ചാൽ ഈ റോഡ് ഒരുപാട് പ്രാവശ്യം കണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിലെല്ലാം നിരന്തരമായി സർക്കാർ കണ്ടെത്തി. പക്ഷേ ഇപ്പോഴാണ് ഒരു 5 കോടി രൂപ നമ്മുടെ ജയില് വാതക ഗ്യാസിൻ്റെ ഒരു പണി നടന്നിട്ടുണ്ട്. അതിപ്പോൾ പൂർണ്ണമായിട്ട് കഴിച്ചിട്ടില്ല. അതുപോലെയുള്ള പണികൾ, അതുപോലെ വാട്ടർ അതോറിറ്റിൻ്റെ പണികളൊക്കെ ഈ റോഡ് പണി തുടങ്ങുന്നതിൻ്റെ മുമ്പായിക്കൊണ്ടില്ല. ആ എല്ലാ പണികളും കഴിക്കണമെന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പറയാം. നിലമ്പൂർ റോഡിന്റെ ഈ ദുരവസ്ഥ ഉടനടി പരിഹരിക്കണം. വേണ്ട നടപടികൾ ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ. ക്യാമറ പേഴ്സൺ റുക്സാനയോടൊപ്പം ഫാത്തിമ അമാനി, BM ന്യൂസ്, മഞ്ചേരി.